സാറേ, രാമായണ മാസം തുടങ്ങി. അപ്പോൾ വീടുകളിലെല്ലാം ഇനി രാമായണം വായിക്കുകയും രാമായണ പുണ്യത്തിൻ്റെ മാസമായി മാറുകയും ചെയ്യാം. എന്തുകൊണ്ട് നമ്മൾ രാമായണം വായിക്കണം? സാറിൻ്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. രാമായണം വായിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ശീലമാണ്. ബേസിക്കലി നമ്മളൊക്കെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ശീലമാണ് രാമായണം വായിക്കുക എന്നുള്ളത്. അത് അന്നൊക്കെ നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഈഴവ തൊട്ട് നിങ്ങളുടെ തീയന്മാർ തൊട്ട് മുകളിലോട്ടുള്ള ഹിന്ദു ഭവനങ്ങളിലാണ് പൊതുവെ രാമായണം വായിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ ദളിത് കുടിലുകളിലൊന്നും നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം. അന്ന് അതിനുള്ളൊരു വിളക്ക് കത്തിച്ച് അതിനുള്ള അവസ്ഥ ഇല്ല അവർക്ക് ഇല്ല. പക്ഷെ ഇപ്പം അത് മാറി. ഇപ്പം അവിടെയും നാമം ജീവിക്കുന്നു, അവർക്ക് നല്ല വീടുകൾ വന്നു. അപ്പം പിന്നെ ഈ രാമായണ വായനക്ക് അങ്ങോട്ട് അത് കൂടുതൽ പെർക്കുലേറ്റ് ചെയ്യുകയാണ്. ആദ്യത്തെ ബ്രാഹ്മൺസിൻ്റെ ഇടയിലും അപ്പർ കാസ്റ്റിൻ്റെ ഇടയിൽ മാത്രം നിന്ന കാര്യം ഓരോ ഘട്ടത്തിൽ പിന്നെ അത് നായസിൻ്റെ ഇടയിലേക്ക് വരുന്നു. പിന്നെ അത് ഈ പറയുന്ന ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ശക്തമാകുന്നതോട് കൂടിയിട്ട് നാരായണ ഗുരുവൊക്കെ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര പ്രൊമോട്ട് ചെയ്തത്. നാരായണ ഗുരുവിനൊക്കെ പുതിയ OBC വിമർശകർ നാരായണ ഗുരുവിനെയൊക്കെ കാണുന്ന കുറ്റം അത് മാത്രമാണ്. അദ്ദേഹം ഈ പറയുന്ന പുരാണ ഇതിഹാസങ്ങളെയും പിന്നെ ഇതിനെ എന്താണ് പറയുക വേദങ്ങളെയെല്ലാം അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഹിന്ദുമതം ഇന്ന് ഹിന്ദുമതമായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ അറിയാലോ, മൊത്തം കൺവേർട്ട് ചെയ്ത് പോവുകയായിരുന്നു. അതായത് ഈഴവ കമ്മ്യൂണിറ്റി വന്നത് കൺവേർട്ട് ചെയ്ത് പോവുകയായിരുന്നു. ഇവർ പറയുന്നത് അങ്ങനെ കൺവേർട്ട് ചെയ്ത് പോവുകയാണ് പോയിക്കോട്ടെ എന്നുള്ളത്. അങ്ങനത്തെ ആളുകളെ നമുക്കൊന്നും സംസാരിക്കാനില്ല, മനസ്സിലായില്ലേ? അപ്പം ഇപ്പം ഈ വിമർശകർ പറയുന്നത് ധർമ്മശാസ്ത്രങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പിന്നെ ശൂദ്രരോട്ട് താഴോട്ടുള്ള ആൾ നായരോട്ട് വരും ആളുകളെ വളരെ രണ്ടാം കിടക്കരായി ചിത്രീകരിക്കുന്ന ഒരു മതവിശ്വാസമാണ് ഇത് എന്നൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ആധിപത്യങ്ങൾ വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാ നാട്ടിലും പിന്നെ ഇത്തരം അടിച്ചമർത്തലും അടിമപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ കുറച്ച് കുറവായിരുന്നു. ഇവിടെ സത്യത്തിൽ അത്രയും സിവിയർ ആയിരുന്നില്ല. ഇപ്പം ചെങ്കിസ് ഖാനൊക്കെ പടയോട്ടം നടത്തി ആളുകളെ കീഴടക്കിയ സമയത്ത് ഈ തോൽപ്പിക്കപ്പെട്ട ആളുകളെ സ്ത്രീകളെ മൊത്തം അടിമകളായി പിടിക്കുകയും കുട്ടികളെ അടിമകളായി പിടിച്ചു വെക്കുകയും ആണുങ്ങളെ മൊത്തം കൊല ചെയ്തത്. പക്ഷെ ഇവിടെ നിങ്ങൾ ബ്രാഹ്മണാധിപത്യം വന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പോലും ഇവിടെ അത് ചെയ്തിട്ടില്ല. ഇവിടെ അവരെ അതായത് നിർത്തിക്കൊണ്ട് ഇവരുടെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഭേദാഭിത്യം ഉറപ്പിക്കാനാണ് ശ്രമിച്ചത്. ജീവന് ഭീഷണി ആയിരുന്നില്ല, ഇവിടെ എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കിയിരുന്നില്ല. അതേസമയം തന്നെ ഞങ്ങൾ സുപ്പീരിയർ എന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി ചില ധർമ്മശാസ്ത്രങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ വലിയ എക്സാമ്പിളായപ്പോൾ യൂറോപ്പിൽ ഇതായിരുന്നില്ല സ്ഥിതി, കൊന്നു തള്ളുകയായിരുന്നു എന്നുള്ളത് സത്യം. യൂറോപ്പിലാണെങ്കിലും സെൻട്രൽ ഏഷ്യയിലാണെങ്കിലും ഒക്കെ തന്നെ അതിവിടെ നടന്നിട്ടില്ല. അപ്പം അതാണ് ആ വിഷയമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം രാമായണം പിന്നെ വായന എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടാക്കി നമ്മുടെ ഭൂതകാലത്തെ പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ M.N. ശ്രീനിവാസനെ പോലുള്ള സോഷ്യോളജിസ്റ്റുകളുണ്ട്. ഈ M.N. ശ്രീനിവാസനെ പോലുള്ള സോഷ്യോളജിസ്റ്റൊന്നും ഒരിക്കലും RSS ഒന്നുമല്ല. ഇറ്റ് വാസ് വെരി ക്രിട്ടിക്കൽ ടു RSS. അപ്പോൾ അദ്ദേഹമൊക്കെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇന്ത്യക്കാരുടെ ഇടയിൽ ഐക്യബോധം ഉണ്ടാക്കുന്നതിൽ ഈ രാമായണത്തെ മഹാഭാരതത്തെയും കഥകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉദാഹരണം നമ്മൾ ഉത്തരേന്ത്യക്കാരനായിട്ട് ഒരു ബന്ധമില്ല, ഭക്ഷണത്തിലോ കളറിലോ ഭാഷയിലോ ഒന്നും ഒരു ബന്ധവുമില്ല. പക്ഷെ അവൻ്റെ വിശ്വാസങ്ങൾ പോയി തെറ്റാണ്. അവൻ ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന വിധം നമ്മൾ തൊഴുന്ന വിധം ഒക്കെ വ്യത്യാസമാണ്. ക്ഷേത്രത്തിൻ്റെ ആകൃതികൾ വ്യത്യാസമുണ്ട്. അവിടെ നാഗര സ്റ്റൈലാണെങ്കിൽ ഇവിടെ ദ്രാവിഡ സ്റ്റൈലിലാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം പക്ഷേ ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം തന്നെ കൂട്ടി യോജിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഹിന്ദുക്കൾ കൂട്ടി യോജിപ്പിക്കപ്പെടുന്ന ഒരേ ഒരു ഘടകം ഈ പുരാണ ഇതിഹാസങ്ങളും കഥകളുമാണ്. വേദങ്ങൾ പോലുമല്ല. വേദങ്ങളൊക്കെ പിൽക്കാലത്താണ് പഠിച്ചത്. അത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്നാണ് വേദങ്ങളൊക്കെ പോപ്പുലറായത്. പക്ഷേ രാമായണം മഹാഭാരതവും വിവിധ രൂപത്തിൽ, വയനാടൻ രാമായണമാണ്, മാപ്പിള രാമായണമാണ്, അങ്ങനെ പല രൂപത്തിലുള്ള രാമായണങ്ങൾ, കമ്പരാമായണമുണ്ട്, തമിഴ്നാട്ടിൽ അതിൻ്റെ വേർഷൻ ഉണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ നമ്മുടെ നാട്ടിൽ കഥകളായിട്ടുണ്ട്. ഈ കഥകളാണ് സത്യത്തിൽ നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തിയത്. ഇപ്പം നുവാൻ ഹരീനിനെ പോലുള്ള ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ജീവിക്കുന്ന ഹിസ്റ്റോറിയൻ. അദ്ദേഹം ജീവിക്കുന്ന ആൾ. അദ്ദേഹം എന്നോട് പറഞ്ഞല്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നിരന്തരം കേൾക്കാം. അദ്ദേഹം പറയുന്നത് മനുഷ്യനെ ഒന്നിച്ച് നിർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് വെച്ചാൽ അവന് സഹകരിക്കാനുള്ള കഴിവാണ്. അപ്പോൾ 100 ചിമ്പാൻസികളെ ഒരുമിച്ച് നമുക്ക് ഒരു സ്റ്റേഡിയത്തിൽ നിർത്തി അടിയായി പോകും. പക്ഷെ നമുക്ക് ലക്ഷക്കണക്കിനായ മനുഷ്യന്മാർ ഒരു സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് നമുക്കൊരു ഫുട്ബോൾ മത്സരം കാണിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാമത്തെ കഥകൾ ഉണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ കഴിവാണ്. ഈ കഥകൾ ഒരു ഐക്യം ഉണ്ടാക്കും. ആ ഐക്യത്തിൽ നിന്ന് ഐഡൻറ്റിറ്റി ഉണ്ടായി വരും. ആ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി അവർ നിലകൊള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെന്ന രീതി നമ്മളെ പരസ്പരം യോജിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ, 2 ഇതിഹാസ ഗ്രന്ഥങ്ങളാണ്. ഒന്ന് രാമായണമാണ്, ഒന്ന് മഹാഭാരതമാണ്. അപ്പോൾ അതിന് വിവിധ ഭാഷ്യങ്ങളാണ്.
അതിൽ വാൽമീകി വേർഷനാണ് ഏറ്റവും പഴക്കം ചെന്നത്, വാൽമീകിയാണ് എഴുതിയതെന്ന് കരുതപ്പെടുന്നു. അതങ്ങനെ നോട്ടെ, പല വേർഷൻ ഉണ്ട് ഇതിന്, പല വേർഷൻ പല. ഇപ്പം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഉള്ള ഈ പറയുന്ന നിയർ ഈസ്റ്റ് രാജ്യങ്ങൾ, അതായത് ഇന്തോനേഷ്യ, മലേഷ്യ, ഇവിടെയൊക്കെ ഇതിന് വേറെ കല്യാണം കഴിക്കുന്ന ഹനുമാനൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ചില വേർഷനുകളിൽ പിന്നെ എന്താണ്, നമ്മൾ ഭാഷ്യങ്ങളിൽ രാവണൻ്റെ കവിയുടെ ഭാവനയാണ്, രാവണൻ്റെ മകളാണ് സീത എന്ന രീതിയിലുള്ള ഭാഷ്യങ്ങൾ വന്നിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഷ്യങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ടെക്സ്റ്റാണ്. വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട സംസ്കാരവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ അത്തരം ഭാഷ്യങ്ങൾ ചമയ്ക്കാനുള്ള അവകാശം നൽകില്ല. ഇപ്പോൾ ബൈബിളിൽ എത്ര ഭാഷയുണ്ട്? ഒറ്റ ഭാഷയേ ഉള്ളൂ. ഖുർആനിൽ എത്ര ഭാഷയുണ്ട്? ഒറ്റ ഭാഷയേ ഉള്ളൂ. പക്ഷേ രാമായണത്തിൽ ഒരുപാട് ഭാഷ്യങ്ങളുണ്ട്. അതൊന്നും ആരും ചോദ്യം ചെയ്യുകയോ അല്ല അത് പറ്റില്ല എന്നും ആരും പറഞ്ഞിട്ടില്ല. മാപ്പിളമാരുടെ ഇടയിലുണ്ടായിരുന്നു, പിന്നെ ആദിവാസികളുടെ ഇടയിലുണ്ടായിരുന്നു പല. അപ്പം ഈ രാമായണത്തിൻ്റെ ഈ കഥകൾ സ്പ്രെഡ് ചെയ്യുന്നവർ കൂടുതൽ കൂടി നമ്മൾ ഐക്യപ്പെടുക, ഒരു നമ്മൾ ഒന്നാണെന്നൊരു ഫീലിലേക്ക്, ഒരു നാഷണൽ ഫുഡിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞതല്ല, എം.എൻ. ശ്രീനിവാസനെ പോലുള്ള ആളുകൾ പറഞ്ഞു വെച്ചാണ്. അതിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പുതിയ കാലഘട്ടത്തിൽ ഞാനത് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഇത് പരസ്പരം യോജിപ്പിച്ചത്. ഈ RSS പറയുന്ന സംസ്കാരിക ദേശീയ നമ്മൾ നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഒരു സംസ്കാരം ഒരു കൃതിയിലൂടെ രൂപം കൊണ്ടുവരികയും ആ സംസ്കാരത്തിൻ്റെ പുറത്ത് വലിയൊരു പ്രദേശത്തെ ആളുകൾ ഒരുമിച്ച് കൂടുകയും ഞങ്ങൾ ഒന്നാണെന്ന് ഫീൽ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ അത് തന്നെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഏകത്വം ഇന്ത്യക്കാരെന്നുള്ള ഫീലാണ്. ആ ഇന്ത്യക്കാരെന്നുള്ള ഫീൽ ഉണ്ടാക്കുന്നതിൽ അതിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം 80% ഹിന്ദുക്കളാണ്, അല്ല 90% ഹിന്ദുക്കളാണ് അല്ലേ. അപ്പോൾ ഹിന്ദുക്കളുടെ അങ്ങനെ ഫീൽ ഉണ്ടാക്കുന്നതിൽ ഈ ഇതിഹാസങ്ങൾ പ്രധാനപ്പെട്ട ഒരു പങ്കാണുള്ളത്. അപ്പം ഇത് രാമായണ വായനയുടെ നിരന്തരമായിട്ട് ആ ഒരു വിശ്വാസം, ആ ഒരു ഐക്യബോധം, ആ ദേശീയബോധം ഇത് ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ രാമനാണെങ്കിലും ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ രാമൻ, ഇതൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. ആ രാമനല്ല ഈ രാമൻ, ഈ രാമനല്ല ആ രാമൻ എന്നൊക്കെ പറയുന്നത്. എന്നെ കാണുന്ന നിങ്ങളല്ല ഞാൻ, നിങ്ങളെ കാണുന്ന ഞാനല്ല എന്നൊക്കെ പറയുന്ന പോലുള്ള ഭാഷ്യങ്ങളാണ്. അപ്പം ഏത് രാമനാണെങ്കിലും ആ രാമൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ രാമൻ മര്യാദ രാമനാണ്. ആ മര്യാദ രാമൻ അസുരന്മാർക്കെതിരെ ആയുധമെടുത്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രാമൻ ഭാര്യ പതിവ്രതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു രാജാവിൻ്റെ ധർമ്മം നിറവേറ്റാൻ വേണ്ടി ഭാര്യയെ കാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ഭാര്യയെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ആ ഭാര്യ ആത്മഹത്യ ചെയ്ത് അവർ ഭൂമി ഇവിടെ നിന്ന് താഴോട്ട് പോയെന്നാണ് കഥയിൽ അവസാനം പറയുന്നത്. അപ്പോൾ അതിൽ മനംനൊന്ത് അദ്ദേഹം വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ ഉൾച്ചേർന്ന ഒരാളാണ് രാമൻ. ആ രാമൻ്റെ വിവിധ ഭാവങ്ങളിൽ വിവിധ ആളുകൾ വിവിധ രീതിയിൽ അത് പ്രചരിപ്പിക്കുന്നുണ്ടാവും. ചില ആളുകൾക്ക് അതിലൊരു ഭാവമായിരിക്കും കൂടുതൽ ഇഷ്ടം. പക്ഷെ രാമൻ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതിന് മനുഷ്യൻ്റെ എല്ലാ വിചാരങ്ങളും ഉള്ള എന്നാൽ പിന്നീട് ഒരു ദൈവികത്വം കൂടി വന്നു ചേരുന്ന, അല്ല പിന്നീട് നമ്മൾ സോഷ്യൽ സയൻസ് ഒക്കെ പറയുമ്പോൾ പറയുന്നത് വെച്ചാൽ ദൈവികത്വം പിൽക്കാലഘട്ടത്തിലാണ് രാമൻ ശക്തനായി വന്നത്. രാമൻ ഉത്തമ രാജാവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീസസിനെ പോലെ പിന്നെ അത് ദൈവികത്വം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അറിയുന്ന രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്, ദൈവികത്വം അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത് ആദ്യത്തെ രാമൻ, വാൽമീകിയുടെ രാമൻ ഉത്തമ പുരുഷനായിരുന്നു. പിന്നെ അത് ഭക്തി സാഹിത്യത്തിൻ്റെ സ്വാധീനത്തോട് കൂടിയിട്ടാണ്. അത് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇവിടെ എഴുത്തച്ഛൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തർ രാമഭക്തരുണ്ടായിരുന്നു. അവരുടെ സ്വാധീന ഫലമായിട്ട് ഒരു ദൈവികമായ അംശം വന്നു. ആ രാമൻ മനുഷ്യൻ്റെ എല്ലാ ഭാവങ്ങളുള്ള എന്നാൽ ദൈവത്തിൻ്റെ ഔന്നിത്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ രാമായണം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ സ്വയം കണ്ടെത്തുകയാണ്, നിങ്ങൾ ആരാ നിങ്ങൾ തിരിച്ചറിയണം. ഇത്തരം കണ്ടെത്തലുകളും തിരിച്ചറിയലും ഇത്തരം വിശ്വാസങ്ങളും തന്നെയാണ് ഒരു ദേശീയതയ്ക്ക് രൂപം നൽകുന്നത്. അവിടെ കേരളത്തിന് ഏറ്റവും വലിയ സമയം മുസ്ലിംസ് കൂടി അത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മുസ്ലിംസ് അല്ലേ വന്നത്. മലബാറിലൊക്കെയുള്ള മുസ്ലിംസ് ഇത്തരം കഥകൾ വീട്ടിൽ അവർ പറഞ്ഞിരുന്നു. അതാണ് മാപ്പിള രാമായണം. അതൊക്കെ നിന്നിട്ട് വളരെ അടുത്ത കാലത്താണ് ഈ പുതിയ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൊക്കെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് ഇതാണ്. നമ്മുടെ മുഖ്യധാര സാംസ്കാരിക വേരുകളിൽ നിന്ന് ചിലരെയൊക്കെ അടർത്തി മാറ്റി അവരെ വേറൊരു സ്ഥലത്തുള്ള അവരുടെ പ്രധാനപ്പെട്ട വിശ്വാസം രൂപം കൊണ്ടുവന്നു എന്ന് കരുതപ്പെടുന്ന പ്രദേശങ്ങൾ, ജെറൂസലേം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, അതിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറേബ്യ, ഇവിടേക്ക് മാത്രമായിട്ട് അവരെ കൂടുതൽ ചുരുക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് നവോത്ഥാന പ്രസ്ഥാനം, ഈ സമുദായത്തിലുണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തെ സംബന്ധിച്ച് മുസ്ലിംസിൻ്റെ ഇടയിലെങ്കിലും എനിക്ക് മാപ്പിള രാമായണം എന്ന് പറഞ്ഞ സംഭവം അതെങ്ങനെ ഉണ്ടായി? കാരണം അത് ആ ഒരു സാംസ്കാരിക അസ്തിത്വത്തിൻ്റെ ഭാഗമായിരുന്നു എല്ലാവരും. അപ്പോൾ രാമൻ അവരുമായിട്ട് കൂടി കണക്റ്റഡ് ആയിരുന്നു. ഇന്തോനേഷ്യയിലെ മുസ്ലിംസിൻ്റെ രാമൻ ഉണ്ടല്ലോ, അവർക്ക് ഈ പ്രശ്നമില്ലല്ലോ. അപ്പം ഇത്തരം വായനകൾ, ഇത്തരം ചർച്ചകൾ നമ്മളെ സ്വയം വീണ്ടെടുക്കാൻ, സ്വയം കണ്ടെത്താൻ സഹായിക്കും. അങ്ങനെ നമ്മുടെ ഇന്നുള്ള ഈ വൈരവും സങ്കുചിത ചിന്താഗതികളും എല്ലാം അതിലേക്ക് ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു ഔഷധം കൂടിയാണ്, സാമൂഹ്യ ഔഷധം എന്ന സോഷ്യൽ മെഡിസിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.